നമുക്കിന്ന് ഭക്തിമാർഗം പിടിച്ചാലോ? അപ്പൊ ഹലോ ജർമ്മനിയിലൊരു അമ്പലത്തിലേക്കാണ് നമ്മുടെ യാത്ര. കാറിൽ കയറുമ്പോൾ തന്നെ ഉറങ്ങരുതെന്ന് വിചാരിച്ചതാ, ബട്ട് ഹിയർ ഇറ്റ് കംസ്. പക്ഷെ വിട്ട് കൊടുത്തില്ല ഞാൻ. പിന്നെ പാട്ടൊക്കെ വെച്ച് റവേ ലീഡിലൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സൈക്കിൾസിനും പെഡസ്ട്രിയൻസിനും ഡിഫറെന്റ് ലെയിൻ ആണ് കേട്ടോ. പിന്നെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടാവുമെന്ന് വണ്ടടിച്ചിരിക്കുന്നത് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. ഇതാണ് നമ്മുടെ സാരഥി ജീവിതത്തിന്റെ ഈ യാത്രയുടെ. അങ്ങനെ ഞങ്ങൾ ചിരിച്ചും ചിരിപ്പിച്ചൊക്കെ എത്തിയപ്പോഴത്തേക്കും പുറത്ത് കാറ്റും മഴയായി. ഹാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും മഴയും കാറ്റും ഒക്കെ അതിന്റെ പാട്ടിന് പോയി. ഈ അമ്പലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയാം, തമിഴ്നാട്ടിലൊരു അമ്പലം അല്ല എന്ന് ആരെങ്കിലും പറയൂ. അയൻകാങ്ങിൽ തന്നെ നമുക്ക് ചെരുപ്പും കോട്ടൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ കയറി ചെല്ലുമ്പോൾ ഒരു പടുകൂറ്റൻ ഡോറാണ്. ഉള്ളിൽ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഞാൻ ദൈവത്തിനെ നോക്കി പേടിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ശരിക്കും ഞാൻ ഭക്തിസാന്ദ്രമായിരുന്നാണ് ഗൈസ്. സാറ്റർഡേ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ടൂറിസ്റ്റ് ഗ്രൂപ്പും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേകതരം സമാധാനം ഫീൽ ചെയ്യും കേട്ടോ. എന്നെ പോലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഞങ്ങൾക്ക് വാഹനപൂജ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചന്നബിനായി കിടക്കുന്ന നാരങ്ങേനെ കണ്ട് നിർവൃതി അടഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കായിരുന്നു. വലിയൊരു പാർക്കിംഗ് സ്പേസ് തന്നെ ഇവർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ തന്നെ ഉണ്ടായ ആപ്പിളാണ് ഞങ്ങൾക്ക് പ്രസാദമായിട്ട് കിട്ടിയത്. ആപ്പിൾ മാത്രമല്ല സാമ്പാർ സാധവും കിട്ടി. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു.